എൻ്റെ പേര് നിഷ്മ സണ്ണി. ഞാൻ കൂത്താട്ടുകുളത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 2-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ നിയോഗം OET എക്സാം പാസ്സാകുക എന്നുള്ളതായിരുന്നു. ഞാൻ ആദ്യം OET എക്സാം എഴുതുന്നത് 2020 ജനുവരി മാസത്തിലായിരുന്നു. അന്ന് ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്താണ് OET എക്സാം എഴുതിയത്. അതിൻ്റെ മെയിൻ റീസൺ, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതായതുകൊണ്ട് തന്നെത്താനെ പഠിച്ചാൽ ലഭിക്കുമെന്നൊരു വിചാരം തോന്നിയതുകൊണ്ടാണ് ആദ്യമായി തന്നെ സെൽഫ് സ്റ്റഡി ചെയ്തത് ഞാൻ OET അറ്റൻഡ് ചെയ്തത്. അതിലെനിക്ക് ലിസണിങ്ങിൽ C ഗ്രേഡ് ആയിരുന്നു കിട്ടിയത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ. അതായത് എനിക്കൊരു ക്ലബിംഗ് സ്കോർ പോലും കിട്ടിയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് നിരാശ തോന്നിയൊരു അവസ്ഥയായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞാൻ OET എന്നുള്ള സ്വപ്നം തന്നെ ഗീവപ്പ് ചെയ്ത് എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടി ഞാൻ പഠിത്തം കഴിഞ്ഞ് അവിടെ തന്നെ UP ഞാൻ പഠിച്ചത് BSc നഴ്സിംഗ്. അവിടെ തന്നെ ഞാൻ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് ജോലിക്ക് കയറി. 2 വർഷം ഞാൻ അവിടെ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ 2022 ജൂലൈ മാസം അവധിക്ക് ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് കൃപാസനത്തിലെ പത്രം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിലെ സാക്ഷ്യങ്ങൾ ഞാൻ പകുതിയോളം സാക്ഷ്യം ഞാൻ വായിച്ചിരുന്നു. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റിയില്ല. അന്നേ തന്നെ മാതാവിൻ്റെ അടുക്കൽ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും എനിക്കൊരു നിശ്ചയമുണ്ടായിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് അന്ന് വലിയ ബോധ്യമില്ലായിരുന്നു. ഞാൻ തിരിച്ച് UP വന്ന് 1 മാസം കഴിഞ്ഞ്, അതായത് ഓഗസ്റ്റിൽ എൻ്റെ ചേച്ചിയാണ് ഉടമ്പടി ആദ്യമായിട്ട് വീട്ടിലെടുക്കുന്നത്. ആ ചേച്ചി ഉടമ്പടി എടുത്തപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. ഉടമ്പടിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്, എങ്ങനെയാണ് അതിനുവേണ്ടി ഒരുങ്ങുന്നത് എന്നൊക്കെ എൻ്റെ ചേച്ചി വഴി കുറേയൊക്കെ അറിയാൻ പറ്റി. എൻ്റെ ചേച്ചി ചൊവ്വാഴ്ചകളിൽ ഇടാറുള്ള അച്ഛൻ്റെ ധ്യാനത്തിൽ മുഴുവനായും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും എല്ലാ ധ്യാനവും ഞാൻ കുറച്ചെങ്കിലും കാണാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ധ്യാനം വഴിയായും എനിക്ക് കുറേ ആത്മീയമായി ഒരുങ്ങാൻ പറ്റി. ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രചോദനം ലഭിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് രണ്ടാമതൊന്നുകൂടെ OETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് കരുതി നവംബറിൽ 16-ാം തീയതി ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു OET പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ നവംബർ 16-ാം തീയതി നാട്ടിലേക്ക് എത്തുന്നത്. നാട്ടിലെത്തി 16-ാം തീയതി വൈകുന്നേരമാണ് ഞാൻ വീട്ടിലെത്തുന്നത്. അന്ന് തുടങ്ങിയ പനിയാണ്. എനിക്ക് 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പനിച്ചു. ആദ്യത്തെ ദിവസമൊക്കെ നല്ല പനിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മെഡിസിൻ എടുക്കുമ്പം പനി കുറയുമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ഒരു ഫിസിഷ്യനെ കണ്ടു. ഫിസിഷ്യൻ എനിക്ക് 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക്കും മെഡിസിനും തന്നു. എനിക്ക് കഠിനമായ തൊണ്ടയ്ക്ക് നൊമ്പരം ഉണ്ടായിരുന്നു. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വന്നു. ഉമിനീരിറക്കാൻ പറ്റാതെ വളരെ വലുതായ രീതിയിൽ ഒരു വലിയ ഒരു സ്വെല്ലിങ് തന്നെ എൻ്റെ തൊണ്ടയിൽ ഉണ്ടായതായിട്ടും എനിക്ക് തോന്നി. എനിക്ക് തന്നെ അത് അനുഭവപ്പെട്ടു. അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞു ടോൺസിലൈറ്റിസിൻ്റെ ആയിരിക്കും, പക്ഷേ മരുന്നെടുത്താൽ അത് കുറയുമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫിസിഷ്യൻ തന്ന 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് എടുത്തു. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഡിസംബർ 2-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്നത് കൊണ്ട് അത് മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഇരുന്നത്. ആദ്യമേ തന്നെ ഉടമ്പടി എടുത്തപ്പോൾ എഴുതിയ വിഷയം എന്ന് പറയുന്നത് OET എക്സാം പാസ്സാവാൻ പറ്റണേ എന്നുള്ളതായിരുന്നു. കാരണം ആദ്യം ഞാൻ എൻ്റെതായ രീതിയിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതായതുകൊണ്ട് സ്വയം പഠിച്ച് എഴുതിയാൽ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ വളരെ വലിയൊരു തോൽവി നേരിട്ടതായതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ എൻ്റെ മാതാവിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് ആദ്യം എഴുതിയ ഒരു ഉടമ്പടിയുടെ നിയോഗം എന്ന് പറയുന്നത് OET എക്സാം പാസ്സാക്കി തരണേന്നായിരുന്നു. അങ്ങനെ അതെഴുതി. അങ്ങനെ 6 നിയോഗങ്ങളും മുമ്പേ മനസ്സിൽ കരുതി വെച്ചിട്ട് തന്നെയായിരുന്നു ഇവിടേക്ക് വന്നത്. 6 നിയോഗവും എഴുതിയിട്ട് ഞാൻ എൻ്റെ ടോൺസിലൈറ്റിസിനെ കുറിച്ച് അന്നേരം ഓർത്തുപോലുമില്ല. അത് എഴുതണമെന്നോ അല്ലെങ്കിൽ അതൊരു വലിയൊരു അസുഖമാണെന്നോ അതിനെക്കുറിച്ചുള്ളൊരു സീരിയസ്നെസ് അന്ന് എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഡിസംബർ 5-ാം തീയതി ഞാൻ ഇടപ്പള്ളിയിൽ അജിനോറ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്തു. ആദ്യത്തെ ദിവസം ജോയിൻ ചെയ്തു. ആദ്യത്തെ ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം കഴിഞ്ഞു. ക്ലാസ്സുകളുടെ ഇടയിലാണ് എനിക്ക് 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് ഡോക്ടർ എന്ന ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് എനിക്ക് കുറയാതെ വന്നിട്ട് ഞാൻ 2ാമത് പോയ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ടു. ENT സ്പെഷ്യലിസ്റ്റ് എനിക്ക് ഡോസ് കൂടിയ ആൻറ്റിബയോട്ടിക്കാണ് തന്നത്. അപ്പോൾ പെയിൻ കില്ലേഴ്സും ആൻറ്റിബയോട്ടിക് തന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഫോളിക്കിൾ ടോൺസിലൈറ്റിസ് ആണ് എനിക്കെന്ന് പറഞ്ഞ് അദ്ദേഹം ഡയഗ്നോസ് ചെയ്തു. അത് കഴിഞ്ഞ് അതിനുള്ള ആൻറ്റിബയോട്ടിക്സും തന്നു.
ഈ ആൻറ്റിബയോട്ടിക് ഡോസ് കൂടിയതായതുകൊണ്ട് വളരെ വലിയ ശാരീരിക വീക്ക്നെസ്സും, ക്ഷീണം, തളർച്ച, ഷിവറിങ്, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായി. അതെൻ്റെ പഠനത്തെ ബാധിക്കാൻ തുടങ്ങി. എനിക്ക് ഒത്തിരി നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പഠിക്കാൻ ഒത്തിരി നിരാശയും ഒത്തിരി വയ്യാഴികയും എനിക്ക് തോന്നി. അങ്ങനെ ഇരിക്കെ ആൻറ്റിബയോട്ടിക് ഫസ്റ്റ് ഡേ എടുത്തു. ഒത്തിരി ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഡേ ആദ്യത്തെ വൈകിട്ടുള്ള രാവിലെയും വൈകിട്ടും കഴിക്കണം. അപ്പോൾ വൈകിട്ടുള്ള ഡോസ് ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചു. അത് കഴിഞ്ഞ് പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വൈകിട്ട് പഠിക്കാനിരുന്നു. അപ്പോൾ എനിക്ക് റീഡിങ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓട്ടോമാറ്റിക്കലി ബോഡി ഷിവർ ചെയ്യുന്നു, ആകെപ്പാടെ തളർച്ച, ക്ഷീണം. അപ്പോൾ എനിക്ക് തോന്നി ഈ ആൻറ്റിബയോട്ടിക് എടുക്കാൻ തുടങ്ങിയത് പിന്നെയാണ് ഇത്രയും എനിക്ക് തളർച്ച ഉണ്ടായത്. ഞാനത് പപ്പേനോട് സംസാരിച്ചപ്പോൾ എൻ്റെ പപ്പ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഡോക്ടറിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് എടുക്കുന്നതിൻ്റെതായ ക്ഷീണങ്ങളായിരിക്കും, അത് സാരമില്ല, 5 ദിവസത്തേക്ക് മുഴുവൻ ഡോസ് എടുക്കുമ്പോൾ അത് മാറിക്കിട്ടും, പിന്നെ ആ ക്ഷീണം മാറിക്കിട്ടാവുന്നതേ ഉള്ളൂ, നന്നായിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്നതുകൊണ്ടാണ് ഈ തളർച്ച, ക്ഷീണം ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് എടുക്കണ്ട എന്നൊരു തോന്നലുണ്ടാകത്തക്ക വിധം ആ ക്ഷീണം എന്നെ ഒത്തിരി വലച്ചു കളഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ സെക്കൻഡ് ഡേ ഞാൻ രാത്രിയിൽ എടുത്തിട്ട് എനിക്ക് വയ്യാഴിക ഉണ്ടായപ്പോൾ ഞാൻ മമ്മീനെ വിളിച്ച് പറഞ്ഞു, മമ്മി ഞാനിനി ആൻറ്റിബയോട്ടിക് മെഡിസിൻസ് എടുക്കില്ല. അപ്പം മമ്മി എന്നോട് പറഞ്ഞത്, നിനക്ക് ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നീ മെഡിസിൻ എടുക്കണ്ട എന്നാണ് പറഞ്ഞത്. അന്ന് മെഡിസിൻ എടുക്കുന്നത് നിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം ഞാനൊന്ന് ട്രൈ ഒരു ദിവസം എടുക്കാതെ തന്നെ ഇനി കുറഞ്ഞാലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ട്രൈ ചെയ്തു. അന്നത്തെ ദിവസം സെക്കൻഡ് ഡേയോട് കൂടി ആൻറ്റിബയോട്ടിക് സ്റ്റോപ്പ് ചെയ്തു. തേർഡ് ഡേ ആൻറ്റിബയോട്ടിക് എടുക്കാതിരുന്നത് കൊണ്ടാവാം എനിക്ക് വല്ലാത്ത വേദനയും ഉമിനീര് പോലും ഇറങ്ങുന്നില്ല, ചെവിയിലേക്കൊക്കെ നല്ലപോലെ വേദന തോന്നി, കഴുത്ത് മുഴുവൻ നല്ല വേദനയും വല്ലാത്തൊരു ഭാരമൊക്കെ ആയിരുന്നു, പനിക്കാനും തുടങ്ങി ചെറുതായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മെഡിസിൻ എടുക്കാത്തത് കൊണ്ടായിരിക്കും ഇത് എന്ന് വിചാരിച്ച്. പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യമില്ല മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ. അത്രയ്ക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളായിരുന്നു എനിക്ക് ആ മെഡിസിൻ കൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ മുമ്പിൽ ഇവിടുന്ന് കിട്ടിയ തൈലമുണ്ട്, മറ്റേ ഈ കുരിശുരൂപവും ഈ കാശുരൂപവും തൈലവുമാണ് എനിക്ക് കിട്ടിയത് ഈ ഉടമ്പടി എടുക്കുമ്പോൾ. ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ടായി, ആരും എന്നോട് പറഞ്ഞതല്ല. അപ്പോൾ തന്നെ ഞാൻ തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ തൊണ്ടയിലും എനിക്ക് വേദന ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ കുരിശ് വരച്ച്, തൈലം കൊണ്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി 3-ാം ദിവസം എനിക്ക് രാവിലെ മുതൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു. രാത്രിയാണ് ഞാനിത് ഇങ്ങനെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ച് കിടന്നു. 4-ാം ദിവസം മുതൽ ഇന്ന് വരെ എനിക്ക് തൊണ്ട നൊമ്പരോ പെട്ടെന്നുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മാറ്റമാണ് എനിക്കുണ്ടായത്. ഇന്ന് വരെ എനിക്ക് തൊണ്ടയ്ക്ക് നൊമ്പരവോ ഒരു ജലദോഷം പോലും ഉണ്ടാവും. ഇന്ന് 3 മാസമായി ആ സംഭവം ഉണ്ടായി. ഞാൻ മെഡിസിൻ അതേപടി നിർത്തി വെച്ചേക്കുവാണ്. ഇതുവരെ ഞാൻ മെഡിസിനും എടുത്തിട്ടില്ല. ഫോളിക്കൽ ടോൺസിലൈറ്റിസ് എന്നുള്ള അസുഖം മൂലം ഉണ്ടാകുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും എനിക്ക് മാറിക്കിട്ടി. അത് ആ തൈലത്തിൽ നിന്ന് ലഭിച്ചൊരു ശക്തിയാണെന്നും തൈലം വഴി അമ്മ എന്നെ അനുഗ്രഹിച്ചതാണെന്നും പൂർണ്ണമായ വിശ്വാസമുള്ളതുകൊണ്ട് ഉടമ്പടിയുടെ നിയോഗത്തിൽ എഴുതാത്തതായിട്ട് പോലും ഈ അനുഗ്രഹം തന്നെ ആദ്യമായി സാക്ഷ്യമായിട്ട് പറയണമെന്ന് ഞാൻ വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. കാരണം പലപ്പോഴായി ഞാൻ തണുത്ത വെള്ളം കുടിച്ചിട്ടും തണുത്ത ഭക്ഷണം കഴിച്ചാലോ അല്ല തണുപ്പത്ത് പുറത്തിറങ്ങിയാലോ എനിക്ക് വരുമെന്ന് ആദ്യമൊക്കെ തോന്നിയെങ്കിലും അമ്മ ഇന്ന് വരെ എനിക്ക് ആ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം, ഒരു ജലദോഷം പോലും എനിക്ക് രണ്ടാമത് ഇതുവരെ വന്നിട്ടില്ല. ആ തൈലം പുരട്ടിയതോടുകൂടി ആ രോഗശാന്തി എനിക്ക് കിട്ടി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് OET എക്സാമിൽ കിട്ടിയ വിജയം. ആദ്യത്തെ എക്സാമിൻ്റെ അറ്റംപ്റ്റിൽ എനിക്ക് ലിസണിങ് C ഗ്രേഡ് ആയി പോയതുകൊണ്ട് ലിസണിങ്ങിന് എനിക്ക് വല്ലാത്ത ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ ലിസണിങ്ങിനെ പേടിച്ചിരിക്കുന്ന സമയത്താണ് തൈലം പുരട്ടി പ്രാർത്ഥിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ എനിക്ക് ഈ രോഗശാന്തിയോട് കൂടി ലഭിച്ചത്. അങ്ങനെ ഞാൻ ചെവിയിൽ തൈലം പുരട്ടി ലിസണിങ്ങിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വിശ്വാസപ്രമാണം ചൊല്ലി 2 ചെവിയിലും തൈലം പുരട്ടി ലിസണിങ്ങിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ലിസണിങ് ഒരു വിധത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് റീഡിങ്ങിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നില്ല. റീഡിങ് എനിക്ക് പൊതുവെ എളുപ്പമുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു. എളുപ്പം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു വിഷയമായിരുന്നു. എനിക്ക് B കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ ഒരു ദിവസം റീഡിങ്ങിനും വളരെ മാർക്ക് കുറവായിരുന്നു. അന്ന് എനിക്ക് സമാധാനം കിട്ടാതെ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ റീഡിങ്ങിൻ്റെ മെറ്റീരിയലിൽ കാശുരൂപം വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അന്ന് എനിക്കൊരു മാർഗ്ഗനിർദ്ദേശം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 14-15 വാക്യങ്ങളാണ്. അതിൽ പറയുന്നത്, എന്തുത്തരം നൽകണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. നിങ്ങളുടെ ഏത് എതിരാളികളെയും ചെതിർത്ത് നിൽക്കാൻ തക്ക വിധം വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും എന്നാണ് അതിനകത്ത് പറഞ്ഞത്. അതോടുകൂടി എനിക്ക് ഒന്നോട് പ്രചോദനമായി.
എന്നോട് ഈശോ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. വീണ്ടും വീണ്ടും ബൈബിൾ വായിക്കാനും വചനങ്ങൾ വായിക്കാനും, എവിടെയൊക്കെ കൺഫ്യൂഷൻ വരുന്നോ, എവിടെയൊക്കെ നിരാശ തോന്നുന്നോ അപ്പോഴൊക്കെ ബൈബിൾ വായിക്കാനും, റീഡിങ്ങിനെ സമർപ്പിച്ച് ബൈബിൾ വായിക്കാനും ബൈബിൾ വായനയിലൂടെ എൻ്റെ റീഡിംഗ് എന്ന മൊഡ്യൂൾ ഈസിയാക്കി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞാൻ എപ്പോൾ വചനം എടുത്താലും പ്രാർത്ഥിക്കുന്നത്, ബൈബിൾ എടുത്ത് വായിക്കുന്നത്. ആ വായനയിലൂടെ എനിക്ക് ബൈബിൾ വായിക്കുന്നതിലൂടെ എൻ്റെ വായന ശക്തിയെ എൻ്റെ മുറുകെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഈശോയോട് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ബൈബിൾ വായനയിലൂടെയും എനിക്ക് വല്ലാത്തൊരു അനുഭവം റീഡിങ്ങിൻ്റെ മൊഡ്യൂളിൽ കിട്ടി. അങ്ങനെ 2020 ഈ വർഷം ഫെബ്രുവരി 25-ാം തീയതി ഞാൻ OET വേണ്ടി എക്സാമിന് ഡേറ്റ് എടുത്തു. അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടി ഞാൻ പുത്തൻകുരിശിലാണ് സെൻറ്റർ എടുത്തത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പേടിയുണ്ടായിരുന്ന വിഷയം ലിസണിങ് ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ലിസണിങ്ങിൻ്റെ ഓഡിയോ എക്സാമിൻ്റെ ഇടയ്ക്ക് വെച്ച് കട്ടായി. അപ്പോൾ ലിസണിങ്ങിൻ്റെ ഓഡിയോ കട്ടായപ്പം കുറച്ച് പേർക്ക് അതിൻ്റെ ആൻസേഴ്സ് കിട്ടി. എനിക്കൊന്നും അതിൻ്റെ ആൻസർ കിട്ടിയില്ല. 2 വട്ടം ലിസണിങ്ങിൻ്റെ ഓഡിയോ കട്ടായി. ഞങ്ങൾ വേണ്ട അധികൃതരോട് അതിനെക്കുറിച്ച് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു OETക്ക് ഒരു മെയിൽ അയച്ചാൽ മതി, കംപ്ലയിൻ്റ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണേലും OET അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കില്ല എന്ന്. പക്ഷേ കുറേ പേർക്ക് ആൻസർ കിട്ടിയത് കൊണ്ട് നമ്മുടെ അപേക്ഷ കൊണ്ടൊരു കാര്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ലെന്നാണ് കുറേ പേര് പറഞ്ഞത്. അപ്പോഴും അമ്മ ഇടപെട്ടതാണെന്നാണ് എൻ്റെ മമ്മി പറഞ്ഞത്. നിങ്ങൾ ഒന്നുമില്ലാതെ ഇത്രയും നാളും വരാത്തൊരു സംഭവം, അതായത് ആ സ്ഥലങ്ങളിൽ കുറേ നാളായിട്ട് ഇങ്ങനെ ഓഡിയോ കട്ടാവുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈയിടെ കുറേ നാളുകളായിട്ട് ഓഡിയോ അങ്ങനെ കട്ടാവുന്നതല്ലായിരുന്നു, ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാവുന്നതല്ലായിരുന്നു. എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് മാതാവിൻ്റെ ഇടപെടൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ മമ്മി അന്ന് പറഞ്ഞത്. അതോടെ വിശ്വാസത്തിൽ നല്ല ഉറച്ച് പ്രാർത്ഥിക്കാനും, അതുപോലെ കഴിഞ്ഞ ചൊവ്വാഴ്ച 14-ാം തീയതിയിലെ അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടിയത് 15-ാം തീയതിയാണ്. അപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് 16-ാം തീയതിയാണെന്നാണ് പറഞ്ഞത്. എങ്കിലും 15-ാം തീയതി പകുതിയോളം ആൾക്കാരുടെ റിസൾട്ട് ഔട്ടായിരുന്നു. അപ്പോൾ എൻ്റെ റിസൾട്ട് വരാത്തത് എന്താണെന്നുള്ളൊരു വളരെ വലിയൊരു ടെൻഷൻ 15-ാം തീയതി എനിക്കുണ്ടായിരുന്നു. ആ ടെൻഷനിലിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ 14-ാം തീയതിയിലത്തെ ധ്യാനം ഞാൻ അപ്ലോഡായത് കണ്ടത്. എനിക്ക് 14-ാം തീയതി കൂടാൻ പറ്റിയില്ല. 15-ാം തീയതിയാണ് ഞാൻ ആ ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നിയ അനുഭവമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിസൾട്ട് എനിക്ക് വരാൻ ലേറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ച അമ്മ എന്തോ കരുതിയിട്ടുണ്ടാവും, ഞാൻ എന്തോ ഒന്ന് ചെയ്യാൻ ഇനി ബാക്കിയുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ധ്യാനം കൂടിയത്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു വചനം എന്ന് പറയുന്നത് ജോഷുവയുടെ പുസ്തകത്തിലെ 3-ാം അധ്യായം 5-ാം വാക്യമാണ്. അതിൽ അച്ഛനാണ് ആ വചനത്തെ പരിചയപ്പെടുത്തി തരുന്നത്. അതിൽ പറയുന്നത് ജോഷുവ ജനങ്ങളോട് പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നാളെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു. ഈ നാളെ എന്ന് പറയുന്ന ഒരു വാക്ക് എന്നെ ഒരുപാട് സ്വാധീനിച്ചു. കാരണം നാളെ എൻ്റെ റിസൾട്ട് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആ ഒരു വചനത്താൽ ഇൻസ്പയർഡ് ആവുകയും 15-ാം തീയതി ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്തൊരു ദിവസമായിരുന്നു. അന്ന് ആ പ്രാർത്ഥനയിൽ വേറൊരു കാര്യം കൂടെ അച്ഛൻ പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, വിശ്വസിച്ച് പ്രാർത്ഥിക്കുവിൻ, പ്രാർത്ഥനയിൽ എപ്പോഴും എൻ്റെ വിശ്വാസം പരിഹരിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഈശോയോട് അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ടെൻഷൻ അവിടെ മാറിക്കിട്ടി. കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ലഭിക്കുമെന്നുള്ളൊരു ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് കിട്ടിയിരിക്കും എന്ന വാഗ്ദാനം ദൈവം തന്നതായിട്ട് അച്ഛൻ്റെ ആ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം എനിക്കതിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ ഇരിക്കെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാനും അച്ഛൻ പറഞ്ഞതുകൊണ്ട് കുമ്പസാരത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. കാരണം ഞാൻ UPയിലായിരുന്ന സമയത്ത് അടിക്കടി എനിക്ക് കുമ്പസാരിക്കാൻ പറ്റാറില്ലായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്നേ പിന്നെയാണ് ഈ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ പിന്നെയാണ് അടിക്കടി ആഴ്ചയിൽ 2 വട്ടം അല്ലെങ്കിൽ ആഴ്ച കുമ്പസാരിക്കണം, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ പാപങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവും പാപത്തിൽ നിന്ന് വേർതിരിയാനുള്ളൊരു ശുഷ്കാന്തി ലഭിച്ചത് ഈ കുമ്പസാരം വഴിയാണ്. അപ്പം ഞാൻ കുമ്പസാരിക്കാനായിരിക്കും ഒരു ദിവസം കൂടെ എനിക്ക് മാതാവ് തന്നതെന്ന്, ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാനായിരിക്കുമെന്ന് വിചാരിച്ച് 16-ാം തീയതി എൻ്റെ റിസൾട്ട് വരാനിരുന്ന ദിവസം രാവിലെ തന്നെ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചു. എനിക്കിപ്പോഴും എന്നെ തന്നെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ലിസണിങ്ങിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്. അങ്ങനെ ലിസണിങ്ങിനടക്കം ഫുൾ മൊഡ്യൂൾസിന് എല്ലാ മൊഡ്യൂളിനും B ഗ്രേഡോട് കൂടി പാസ്സാവാൻ എനിക്ക് സാധിച്ചു. മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്, മാതാവിൻ്റെ മധ്യസ്ഥം വഴി കർത്താവ് എനിക്ക് അനുഗ്രഹം തന്നത്. ഈ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണവും ഈ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ അനുഗ്രഹം എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് സ്തോത്രവും സ്തുതിയും കൃതജ്ഞതയും ദൈവത്തിന് ആരാധനയും. ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ്
എൻ്റെ അമ്മയും സഹോദരരും. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 21-ാം തിരുവചനമാണിത്. നിഷ്മ സണ്ണി എന്ന മകൾ, ആ മകളുടെ OET എക്സാമും പിന്നീട് ഈ മകൾക്കുണ്ടായ രോഗസൗഖ്യവും ഇതാണ് സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത്. ഇംഗ്ലീഷ് മീഡിയം അതായത് ചെറുതിലേ മുതൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചതുകൊണ്ട് തനിക്ക് ഇനിയൊരു കോച്ചിങ്ങിനൊന്നും പോകേണ്ട ആവശ്യമില്ല, സെൽഫ് സ്റ്റഡി മതി എന്നുള്ള ചിന്തയിൽ ഈ മകൾക്ക് അങ്ങനെയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ആത്മവിശ്വാസം വേണം, എന്നാലത് അമിത വിശ്വാസമാകരുത്. ദൈവാശ്രയത്തിലൂന്നിയ ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ മകള് സ്വന്തം കഴിവിൽ എൻ്റെ കഴിവ് കൊണ്ട് ഇത് നടക്കും എന്നുള്ള രീതിയിൽ ആദ്യമേ ഒന്ന് ട്രൈ ചെയ്തു. അപ്പോഴവിടെ ഒരു ക്ലബ്ബിംഗ് സ്കോർ പോലും കിട്ടിയില്ല എന്നാണ് സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാവുക. പിന്നീടാണ് ഈ മകൾ നാട്ടിൽ വരികയും വീണ്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഫോളിക്കൽ ടോൺസിലൈറ്റിസ് എന്ന ടോൺസിലൈറ്റിസ് ആണ്. അതായത് അതുകൊണ്ട് ഈ മകൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ ഒത്തിരിയായിരുന്നു. അതിന് ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ അതിൻ്റേതായ അസ്വസ്ഥതകൾ കൂടുന്നതല്ലാതെ ടാബ്ലറ്റും കൂടി എടുക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നതല്ലാതെ ഈ മകൾക്ക് ശാരീരികമായ സൗഖ്യമോ സ്വസ്ഥതയോ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകൾക്ക് തന്നെ തോന്നുകയാണ്, ഞാൻ എന്തിനാണ് ഈ ടാബ്ലറ്റൊക്കെ കഴിക്കുന്നത്, എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം, ഉടമ്പടി നേർച്ച വസ്തുക്കളുണ്ടല്ലോ എന്ന്. അങ്ങനെ ഒരു ദിവസം ഈ മകള് ഉടമ്പടി തൈലമാണ് ശരീരത്തിൽ പൂശി പ്രാർത്ഥിക്കുക വേദനയുള്ള സ്ഥലത്ത്. പിന്നീട് ഇന്ന് വരെ ഈ മകൾക്ക്, അതായത് കടുത്ത പനിയായിരുന്നു, അതുപോലെ തൊണ്ടവേദനയും എല്ലാമായിട്ട് ഒത്തിരി അസ്വസ്ഥതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ആഴ്ച തന്നെയായിരുന്നു എന്നാണ് ഈ മകൾ പറയുക. അങ്ങനെ ഇന്ന് വരെ പിന്നീട് എത്ര തണുത്ത ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാലും തണുത്ത അവസ്ഥയിലൊക്കെ സാഹചര്യങ്ങളിലൊക്കെ പോകേണ്ടി വന്നാലും ഇന്ന് വരെയും ഒരു അസ്വസ്ഥതകൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ OET എക്സാം, അപ്പോൾ അതിന് ജോയിൻ ചെയ്യുമ്പോഴാണ് ഈ അസ്വസ്ഥതകളൊക്കെ വരുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ മകള് തന്നെ വിശുദ്ധീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഉടമ്പടി നിബന്ധനകൾ അതിൻ്റെ മാക്സിമം ലെവലിൽ പാലിക്കുകയാണ്. പ്രത്യേകിച്ച് കുമ്പസാരം, വിശുദ്ധ കുർബാന, ബൈബിൾ വായന. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൃപാസന പത്രം കൊടുക്കുക, പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികൾ, ഇതിലൊക്കെ ഈ മകൾ പറയുന്നത് എനിക്കൊരു ശുഷ്കാന്തി ഉണ്ടായി എന്നാണ്. ഈ മകളുടെ തന്നെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, അങ്ങനെ നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ വേണ്ടത് ഈ ഒരു തീഷ്ണതയാണ്, ശുഷ്കാന്തിയാണ്. അതായത് ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാൻ. അപ്പോഴാണ് ഈശോ പറഞ്ഞ വചനം അർത്ഥവത്താകുന്നത്. ആരാണോ എൻ്റെ അമ്മയും സഹോദരരും എന്ന് ഈശോ പറയുന്നുണ്ട്. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവരാണ്, അതനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്ന്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.